ഹായ് ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പം നമുക്ക് ധ്രുവിനെയും കാണാം, പിന്നെ അവൻ്റെ റൂം ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. അപ്പോൾ അവൻ എൻ്റെ കൂടെ തന്നെ ഇവിടെ തന്നെ ഉണ്ട്. അവനിപ്പോൾ 3.5 മാസം ആവുകയാണ്. അടുത്ത മാസം അവന് 4 മാസം ആവത്തേ ഉള്ളൂ. ഇച്ചും ചെറിയ വാവക്കുട്ടിയാണ്. ഓക്കെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, പിന്നെ അവൻ്റെ ഗ്രീൻ ഗ്രാസ് എടുത്ത് വെളിയിലിട്ട് സോപ്പ് വെച്ച് കഴുകി വൃത്തിയാക്കി ഉണക്കി വെക്കാൻ വേണ്ടി പുറത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവൻ ഫുൾ ടൈൽസ് ആയതുകൊണ്ട് നല്ലോണം സ്ലിപ്പാവുന്നുണ്ടായിരുന്നു അതിൽ കളിക്കുമ്പോൾ. അപ്പോൾ ഞാൻ അവൻ സ്ലിപ്പാവാതിരിക്കാൻ വേണ്ടിയാണ് ഗ്രീൻ ഗ്രാസ് ഇട്ട് കൊടുക്കുന്നത്. പക്ഷേ ഗ്രീൻ ഗ്രാസ് ഇടുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടി പിടിക്കും. അപ്പോൾ ഞാൻ കഴുകി കൊണ്ടുവന്നതിന് ശേഷം അതിലുള്ളത് ഉള്ള പൊടിയെല്ലാം ഞാൻ എടുത്ത് കളയാണ്. അപ്പം അതിൻ്റെ ക്ലീനിങ് നോക്കിക്കൊണ്ട് നമ്മളെ ധ്രുവ് ഇങ്ങനെ ഇരിപ്പുണ്ട്. ധ്രുവിൻ്റെ നോട്ടം കാണുമ്പോൾ നല്ല രസമുണ്ട്. എന്തായാലും ഞാൻ ആ ഒരു ജോലി ചെയ്യുമ്പോൾ അവൻ എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. പക്ഷെ അവൻ ആ സാധനം വന്ന് തുടങ്ങുന്നുണ്ട്. പക്ഷേ ഇത് നല്ല കുറച്ചുകൂടെ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ ഒന്നാമത് ഗ്രീൻ ഗ്രാസും കൂടെ ആകുമ്പോഴത്തേക്ക് ഇത് ചൂട് കയറി കൈയിൻ്റെ അവിടെ വരെ പൊള്ളുന്നുണ്ട്. അപ്പം ഭയങ്കര സൂക്ഷിച്ച് ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ അവനെ വിരട്ടി നിർത്തുകയാണ് ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഇതാണ് അവൻ്റെ റൂമാക്കിയിരിക്കുന്നത്. അവൻ ഫുൾ ഡേ അവൻ ചിലവഴിക്കുന്നത് ഈ റൂമിലാണ്. അപ്പോൾ ശരിക്കും എപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് നമ്മൾ വെക്കണം, അല്ലെങ്കിൽ അസുഖവും കാര്യങ്ങളൊക്കെ വരും. പ്രത്യേകിച്ച് ഹസ്കി ആയതുകൊണ്ട് അവർക്ക് എപ്പോഴും ഫാന് അല്ലെങ്കിൽ AC ആവശ്യമാണ്. നമ്മൾ സാധാരണ ഡോഗിനൊക്കെ വളർത്തുന്ന പോലെ വെളിയിലൊക്കെ ഇട്ട് വളർത്തി കഴിഞ്ഞാൽ അതിൻ്റേതായ ബുദ്ധിമുട്ടും അതിൻ്റേതായ പ്രശ്നങ്ങൾ അവർക്ക് വരും. വളർത്തിക്കൂടെയും ചോദിച്ചു കഴിഞ്ഞാൽ അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. അങ്ങനെ വളർത്തുന്നവർ കാണുമായിരിക്കും. എന്താ പറയുക, പെറ്റ് ലവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലതരമാണ്. ചിലവർ എന്താ പറയുക, പേടിക്ക് വേണ്ടി മാറ്റാൻ വേണ്ടി മാത്രം വീട്ടിൽ ഒരു സാധനത്തിനെ കൂട്ടിൻ്റെ അകത്ത് പൂട്ടിയിട്ട് വളർത്തുന്നവരുണ്ട്. അല്ലാതെ സ്നേഹിച്ച് നമ്മളുടെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യാതെ വളർത്തുന്നവരുണ്ട്. ഞങ്ങളൊക്കെ പിന്നെ അത്രയും ഇഷ്ടത്തോടു കൂടെ വാങ്ങി വളർത്തുന്നതാണ്. നമ്മളെ വീട്ടിലെ അംഗം പോലെ. ഞങ്ങൾ 13 വർഷം ഞങ്ങളെ കൂടെ ജിമ്മുള്ളപ്പം അവനെ അങ്ങനെയാണ് വളർത്തിയത്, 13 വർഷം. പക്ഷെ അവന് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം സോൾവ് ചെയ്തുകൊണ്ടാണ് ഇവനെ ഇപ്പം വളർത്തിയെടുക്കുന്നത്. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്കറിയില്ല. ഇപ്പോഴാണ് ഞങ്ങൾ അതിനെപ്പറ്റി ഡീറ്റെയിലായി ഓരോന്നൊക്കെ പഠിച്ചു വരുന്നത്. ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തുന്ന പോലെയല്ല ഹസ്കീനെ വളർത്തുന്നത്. അപ്പം അവന് എന്ത് ചെയ്യാൻ പാടില്ല അത് ഇവന് ചെയ്യാം. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അവർക്ക് കൊടുക്കാൻ പാടില്ലാത്തത്, കൊടുക്കാൻ പറ്റുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം ഫുഡിൻ്റെ കാര്യമായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ ക്ലിയറായിട്ട് ഓരോന്നും പഠിച്ചതിന് ശേഷമാണ് ഞാനിപ്പോൾ അവനെ വളർത്തിക്കൊണ്ട് വരുന്നത്. ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നാൽ ഞാൻ അന്നേരം പോയി ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അപ്പോൾ ഇത് ഒരുവിധം കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരുപാട് സമയം എടുത്താണ് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ പഠിക്കുന്നതും ഇവിടെ തന്നെയാണ്. എൻ്റെ ടേബിളും പഠിക്കാനുള്ള ബുക്കുകളും എല്ലാം ഇവിടെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഒരു സൈഡിൽ TV യും ഉണ്ട്. അപ്പോൾ TV കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് TV കാണാം. അപ്പം ഫുൾ TV റൂമാക്കിയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. എല്ലാം ഇവിടെ തന്നെയാണ്. അവൻ്റെ റൂമും TV റൂമും പഠിക്കാനുള്ള റൂമും എല്ലാം ഒന്നിച്ചാണ്. കട്ടിലോ കാര്യങ്ങളോ ഒന്നും ഇട്ടിട്ടില്ല. കിടക്കണം തോന്നുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഗ്രീൻ ഗ്രാസിലൊരു ബെഡ്ഷീറ്റ് കൊണ്ടുപോയിട്ട് ഒരു തലാണിയിട്ട് ഞാൻ അങ്ങ് കിടക്കും. അവനൊരു സൈഡിൽ വന്ന് കുറച്ച് നേരം ഉപദ്രവിക്കുമെങ്കിലും അവനും അവിടെ കിടന്നോളും. അടങ്ങി ഒരു സൈഡിലേക്ക് അവനെ ഒതുങ്ങി കിടന്നോളും. അങ്ങനെയൊക്കെയാണ് ഞാൻ അവൻ്റെ കാര്യങ്ങൾ നോക്കുന്നത്. അങ്ങനെ ഒരുവിധം ഞാൻ ക്ലീൻ ചെയ്തെടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ടുള്ള ഇത് കുറേ വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളതിൻ്റെ അത്ര സ്ട്രോങ് ഒന്നുമില്ല. ഇത് കൈ പിടിച്ച് ചെയ്യാവുന്നത് തന്നെ ഉള്ളൂ. അല്ലാതെ ഇതത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ചൂട് എഫക്റ്റ് ചെയ്യാറുണ്ട്.
അപ്പോൾ അങ്ങ് കോർണറിൽ കാണാൻ എൻ്റെ മേശയും പഠിക്കുന്ന ഐറ്റംസിലെല്ലാം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണ് ഇത് ഓരോന്ന് ചെയ്യുന്നത്. അവൻ ഇടയ്ക്ക് എൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ധ്രുവിന് അങ്ങനെ പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഒരു സാധനം പുതിയത് കണ്ടു കഴിഞ്ഞാൽ പേടിയോ ഇല്ല ഇരുട്ടിനെ പേടിയോ അങ്ങനെ ഒന്നും അവനില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയുക, എനിക്കൊരു അത്ഭുതവും തന്നെയാണ്. കാരണം ഞാൻ ഒന്നിനെ വളർത്തിയത് കൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവൻ്റെ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അവന് ഏറ്റവും ഇഷ്ടം ജിമ്മൂസിൻ്റെ ഒരു ബോളുണ്ട്. അപ്പോൾ അതിൽ വെച്ച് ഇപ്പം ഈ ഒരു സാധനം അവന് വേണം കടിക്കാൻ വേണ്ടിയിട്ട്. അതിനാണ് എൻ്റെ പുറകെ നടക്കുന്നത്. പക്ഷേ ഞാൻ പിടിച്ചിരിക്കുന്നത് നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ പൊള്ളും. അപ്പം ഞാൻ അവനോട് മാറുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മൾ ആ ഡോഗിനെ വളർത്തുമ്പോൾ അത്രയ്ക്കും നമ്മൾ നിലമായിക്കോട്ടെ, പിന്നെ അതിൻ്റെ മുകളിൽ ഫാനിൻ്റെ അഴുക്ക്, മറ്റേ ജനലിൻ്റെ സൈഡിലുള്ള പൊടി, ഇതെല്ലാം നമ്മൾ തുടച്ച് വൃത്തിയാക്കി എടുത്ത് വെക്കണം. പിന്നെ അവൻ കുടിക്കുന്ന വെള്ള ബോട്ടിലിൻ്റെ അവിടെ അത് ക്ലീൻ ചെയ്യണം, പാത്രം ക്ലീൻ ചെയ്ത് വെക്കണം. ഇതൊക്കെ കറക്റ്റായിട്ട് ചെയ്ത് വെക്കണം നമ്മൾ. എങ്കിൽ മാത്രമേ നമ്മൾ അത്രയ്ക്കും മെനക്കെടാൻ പറ്റുമെങ്കിൽ മാത്രം ഡോഗിനെ വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഒന്നിനെ കൊണ്ടുവന്നായിട്ടുള്ള മിണ്ടാപ്രാണിയാണ്, അവർക്ക് അതൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ അതിനെ പിന്നീട് വളരെ മോശമായ രീതിയിലൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വളർത്താതിരിക്കുക. അത്രയാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ ചിലയിടത്ത് വീടുകളിലൊക്കെ ഡോഗിനെ കാണുമ്പോൾ എനിക്ക് ശരിക്കും സത്യം മനസ്സുകൊണ്ട് വേദനിച്ചിട്ടുണ്ട്. നോക്കാൻ അവർക്കേ അവരെ തന്നെ നോക്കാൻ വയ്യ, പിന്നെ ഒരു ഡോഗിനെയും മേടിച്ച് വെക്കും ആർക്കോ വേണ്ടിയിട്ട്. പിന്നെ അവിടെ എവിടെയെങ്കിലും പിടിച്ച് ഒരു ചങ്ങലയിൽ പിടിച്ച് കെട്ടിയിട്ട് അതിനോടൊന്ന് സംസാരിക്കുകയോ മിണ്ടുകയോ ഒന്നും ചെയ്യത്തില്ല. ശരിക്കും കേരളത്തിൽ അങ്ങനെ കുറേ പേരുണ്ട്, ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവത്തിൽ തന്നെ ഉണ്ട്. എന്നിട്ട് അവർ സംസാരിക്കുമ്പോൾ പറയുന്നത് അയ്യോ ഞങ്ങൾ സംസാരിക്കാറുണ്ട്, പിന്നെ അതിനോട് കളിക്കാറുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. തിരിഞ്ഞു നോക്കില്ല. ഭക്ഷണം തന്നെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ദൈവത്തിന് പോലും അറിയത്തില്ല. അതാണ് ചില വീടുകളിലൊക്കെ അവസ്ഥ. അങ്ങനെയുള്ളവർ വളർത്താതിരിക്കുക, എനിക്കതേ പറയാനുള്ളൂ. ഞാൻ വളർത്തുന്നുണ്ട്, എൻ്റെ കൂടെ എൻ്റെ ഒരു കുഞ്ഞിനെ പോലെയാണ് ഞാൻ നോക്കുന്നത്. അവൻ്റെ കൂടെ കളിച്ച് അവൻ്റെ കൂടെ കിന്നാരം പറഞ്ഞ്, അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് അതിനും അത് പറയുന്നത് നമുക്കും മനസ്സിലാവും എന്നുള്ളതാണ് സത്യം. വൈകുന്നേരം എൻ്റെ അടുത്ത് കിന്നാരം പറയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത് വന്ന് കണ്ടില്ല, വാലാട്ടുന്ന കണ്ടില്ലേ, അതായിട്ടുള്ള സ്നേഹപ്രകടനമാണ്. അപ്പോൾ ഞാൻ അവനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊണ്ട് വരികയാണ്. പതുക്കെ ഓരോന്ന് പഠിക്കുക. എനിക്ക് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാലല്ലേ, ഒരു 6-7 മാസം കഴിഞ്ഞ് ഇവനെ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ, വലുതാവും. അപ്പോൾ ഇപ്പോഴേ അവനെ എടുത്ത് പൊക്കിയെടുത്താൻ പറ്റുള്ളൂ. പക്ഷേ ഞാൻ ഈ ഒരു എടുത്തിട്ടൊക്കെ ആഗ്രഹം തീർക്കുന്നത് എന്താണെന്നറിയോ, എൻ്റെ ജിമ്മൂസിനെ ഇതുപോലെ കുറച്ച് ചെറിയ സമയം അതേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. പിന്നെ അവൻ കയ്യിൽ നിൽക്കത്തില്ല, അവന് ഇഷ്ടമല്ലായിരുന്നു. ഇവൻ അങ്ങനെയൊന്നുമില്ല. ഇവന് കുറച്ച് നമ്മളെടുത്ത് നിന്ന് കുറച്ച് നേരം നമ്മളെ കൂടെയൊക്കെ നിൽക്കും. അപ്പം ജിമ്മൂസിന് വേറൊരു ക്യാരക്ടർ, അവനെ കെട്ടിപ്പിടിക്കുന്ന ഇഷ്ടമല്ല, അങ്ങനത്തെ ഒരു അവനെ ബഹളം ഉണ്ടാക്കും. ഇവൻ അങ്ങനത്തെ പ്രശ്നമില്ല, ഇവിടെ നമ്മളെ കൂടെ നിൽക്കും. പക്ഷേ ജിമ്മൂസും നമ്മളെ കൂടെയൊക്കെ നിൽക്കും. എടുക്കുന്നത് മാത്രം ഇഷ്ടമല്ല, അങ്ങനെ ഉമ്മ വയ്ക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ജിമ്മൂസ് വന്ന സമയത്ത് വീട് പണി നടക്കുന്നത് കൊണ്ട് അവനെ കൂടുതലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ലായിരുന്നു. കാരണം വീട് പണിയും ഫുള്ള് നമ്മൾ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു വീട് പണി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റേതായ പൊടിയും കാര്യങ്ങളും അവനെ ശ്രദ്ധിക്കാൻ പറ്റാത്ത കാര്യങ്ങളും ടെൻഷനും എല്ലാം കൂടെ ആയിട്ട് അവനെ അത്രയ്ക്ക് എനിക്ക് നോക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇവനെ അങ്ങനെയല്ല. ഇനിയുള്ള സമയങ്ങളിൽ അവൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട്. പിന്നെ ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ റൂമിലിട്ട് ഇപ്പം നമ്മളെ കൂടെ ഇരുന്ന് കളിക്കും. കുറച്ച് കഴിഞ്ഞാൽ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവനൊരു സൈഡ് പോയിട്ട് അവൻ്റേതായ ഒരു കളിയും കാര്യങ്ങളായിട്ട് ഇരുന്നോളൂ. അല്ലാതെ ബഹളം വെക്കലോ അല്ലെങ്കിലോ നമ്മളില്ലാത്തത് കൊണ്ട് കിടന്ന് കരച്ചിലോ ബഹളം അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് എനിക്കവനെ റൂമിൽ തന്നെ കൂട്ടിയിട്ടിട്ട് എവിടെ വേണമെങ്കിൽ പോവുകയും ചെയ്യാം. ആ ഒരു സൗകര്യം ഉണ്ടെനിക്ക്. അതിന് ശേഷം ഞാൻ പോയിട്ട് എൻ്റെ മേശപ്പുറത്തുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഞാൻ മാറ്റി ഒന്ന് ക്ലിയറാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ എനിക്കിനി എക്സാമിന് അധിക കാലം ഇല്ല. കാരണം 2-3 മാസം ഇല്ലെന്നൊക്കെ തോന്നുമെങ്കിലും അത്രയ്ക്കും പഠിക്കാനുണ്ട്. കാരണം ഹിന്ദി സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ ഓരോന്നും നമ്മൾ അതുപോലെ പിന്നെ പഠിച്ച് എടുത്ത് കൊണ്ടുവരണം. അല്ല, മനസ്സിലാക്കി കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എഴുതുമ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടായി വരും. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഞാൻ കറക്റ്റായി നോട്ട്സ് ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ ബുക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. നമുക്ക് ക്ലാസ്സുകളില്ലല്ലോ, റെസ്പോണ്ടൻസ് ആയതുകൊണ്ട് തന്നെ അവർ സ്റ്റഡി മെറ്റീരിയൽസ് അയച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ അത് നോക്കി
ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയുള്ള ബുദ്ധിമുട്ടുകൾ കുറേയുണ്ട്. പിന്നെ യൂട്യൂബിലൊന്നും ക്ലാസ്സുകളൊന്നും മര്യാദയ്ക്കില്ല. അപ്പോൾ നമ്മൾ ഗൂഗിളിനൊക്കെ സെർച്ച് ചെയ്ത് നമ്മൾ തന്നെ നോട്ട് തയ്യാറാക്കി നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കേണ്ട ഒരവസ്ഥയാണ്. പക്ഷേ ഒരു ഗുണം എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് പഠിക്കാം, ഡെയിലി ക്ലാസ്സിൽ. പക്ഷേ ഇപ്പം എനിക്കിടക്ക് തോന്നുന്നു റെഗുലർ പോയി ചേരാമായിരുന്നു. റെഗുലർ ആണെങ്കിൽ ഇവിടെ മദ്രാസ് യൂണിവേഴ്സിറ്റീൻ്റെ കോളേജുകളേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇഗ്നോയുടെ ഇവിടെ ദൂരമൊക്കെ ആണെന്ന് തോന്നുന്നു. ഇവിടെ ഹിന്ദു കോളേജിലുണ്ട്, പക്ഷേ അത് മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ്. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ബിസിയാണ്. കാരണം ഒരു സൈഡ് എനിക്ക് കുറേ നേരം ഇരുന്ന് നോട്ട്സ് എഴുതണം, ഒരു സൈഡ് പഠിക്കണം, പിന്നെ വീട്ടിലെ കാര്യങ്ങൾ, കുക്കിങ്, വീട് ക്ലീൻ ചെയ്യുക, ഇവൻ്റെ കാര്യം, മോളുടെ കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം എല്ലാം വെച്ച് നോക്കുമ്പോൾ തന്നെ ഞാൻ ഫുള്ള് ബിസിയാണ്. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അവരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എനിക്ക് പഠിക്കേണ്ട സമയത്ത് അവരെന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല. ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ മനസ്സിലൊരു ടൈം ടേബിൾ ആക്കി വെച്ചിട്ടുണ്ട്. അതിനനുസരിച്ചാണ് വീട്ടിലെ ജോലികൾ എത്രയും പെട്ടെന്ന് കാര്യമായി ഉള്ള ജോലികളെല്ലാം തീർക്കുക. അത് കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ടിരുന്ന ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യത്തില്ല. എൻ്റേതായ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളും എല്ലാം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വന്ന് ആരും ഡിസ്റ്റർബ് ചെയ്യത്തില്ല, നമുക്കിരുന്ന് പഠിക്കാം. അപ്പോൾ അങ്ങനെയുള്ള രീതികളാണ്. ഇപ്പം എന്ന് വെച്ചാൽ എനിക്ക് നൈറ്റിൽ കുറച്ച് നേരം ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര സൈലൻ്റാണ് ഈ ഒരു പരിസരം എന്ന് പറയുന്നത്. പഠിക്കാൻ നല്ല സുഖമാണ്. അതുപോലെ 4 മണിക്ക് എഴുന്നേറ്റ് പഠിക്കാനും. പക്ഷേ രാവിലെ എഴുന്നേൽക്കുന്ന കാര്യം എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ ഒരു ശീലം മാറ്റണം. മാറ്റി കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ഇരുന്ന് പഠിക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പം ഞാൻ എൻ്റെ പഠിക്കുന്ന മേശകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ്. കാരണം ബുക്കുകളൊക്കെ നല്ല ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എഴുതാനൊക്കെ കുറച്ചും കൂടെ സ്പേസ് കിട്ടും. അപ്പോൾ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബുക്കുകളെല്ലാം ചെരിച്ച് വെക്കുകയാണ് ആ സൈഡിലേക്ക്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മേശ കുറച്ച് ഇതായിട്ട് വെക്കുന്നത്. പിന്നെ ഞാൻ അവിടെ ഉണ്ടാക്കിയ കുറേ ക്രാഫ്റ്റ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഈ റൂമിലുണ്ട്. ഇത് ആദ്യം ഞാൻ ക്രാഫ്റ്റ് റൂമെന്നും പറഞ്ഞ് എല്ലാ സാരച്ചറുകളും ഇവിടെ കൊണ്ടുവച്ച് ഓരോന്ന് എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ ഉണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ട് കയ്യിൽ. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ ഓരോ റൂമും ഇപ്പം വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളുണ്ടല്ലോ, അതെല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം വീട്ടിൽ നിന്ന് നമ്മൾ ഒഴിവാക്കി. എന്തിനെങ്ങനെ നമ്മൾ കൊണ്ടിങ്ങനെ വെച്ചിട്ട് എന്താ കാര്യം? പിന്നെ ഈ ക്രാഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ വേസ്റ്റാണെന്ന് മനസ്സിലായി. ഇനി എനിക്ക് സമയവുമില്ല. അതുകൊണ്ട് ഞാനിപ്പം ഈ കുറേ സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയൊക്കെ ഞാൻ നിർത്തി. ഓരോ റൂമായിട്ട് സമയം കിട്ടുമ്പോൾ എല്ലാം ക്ലീൻ ചെയ്ത് ഞാനിങ്ങനെ വീട് ഓരോന്നായിട്ട് വൃത്തിയാക്കി കൊണ്ടുവരുന്നുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം ഞാൻ കച്ചറക്കാർക്ക് എടുത്തു കൊടുക്കും. അങ്ങനെ ഇവിടെ ആൾക്കാർ ഡെയിലി വരും എന്നൊക്കെ അവർ പറയുമെങ്കിലും ഡെയിലി ഒന്നും ഞാൻ കാണാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നാലും 2-3 ദിവസത്തെ ഇടയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കച്ചറ എടുക്കാൻ വരുന്ന ആ ലേഡിയുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ്. ആ ആൻറ്റീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെപ്പോഴും എന്നെ വിളിച്ചിട്ടേ ഇവിടുന്ന് പോകത്തുള്ളൂ. അപ്പം അങ്ങനെയാകുമ്പോൾ ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ട് അവർ വരുമ്പോൾ ഞാനത് എടുത്തു കൊടുക്കും. കർക്കിടകം ആവുന്നതിൻ്റെ മുന്നേ തന്നെ കുറേ സാധനങ്ങൾ ഒഴിവാക്കി. നമ്മളെപ്പോഴും പറയുമല്ലോ, ആ കർക്കിടകത്തിൻ്റെ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം ഏകദേശം സാധനങ്ങളും ഒന്ന് ഒഴിവാക്കി വിടണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിങ്ങം 1 മുന്നേ ഒന്ന് വീടെല്ലാം വൃത്തിയാക്കും. ഇത് തന്നെ ഇപ്പോൾ പഠിക്കുന്നതിൻ്റെ ഇടയിൽ ആണ് ഞാനിവിടെ ഈ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുകയും എൻ്റെ മേശ ഒന്ന് അറേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അതൊരു മാക്സിമം ഞാനൊരു 1/2 hour അതിന് വേണ്ടി ഞാൻ എടുക്കത്തുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ നോട്ട്സൊക്കെ എഴുതി പിന്നെ കിച്ചണിലെ ജോലികളൊക്കെ ഒന്ന് ഒതുക്കി കിച്ചണൊക്കെ വൃത്തിയാക്കി ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അവിടെ കുറേ പെൻസിലെല്ലാം പൊട്ടിക്കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഷാർപ്പ് ചെയ്യുന്ന കണ്ടപ്പോൾ ഒരാൾക്ക് അതിൽ നിന്ന് വീഴുന്ന പൊടി കണ്ടപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്നുള്ള രീതിയിൽ ധ്രുവ് അവിടെ വന്നിട്ടുണ്ട്. ഇനി അവന് മുകളിലേക്ക് കയറും കേട്ടോ, എന്നെ സോപ്പിടുന്നുണ്ട്, അത് എനിക്ക് തരുമോ എന്നുള്ള രീതിയിൽ. ഞാനാണെങ്കിൽ അവൻ അത്രയും സൂക്ഷിച്ചിട്ടാണ് നടക്കുന്നത്. ഒരു സാധനവും ഞാൻ താഴെ വയ്ക്കത്തില്ല, അല്ലെങ്കിൽ എടുത്ത് കഴിച്ച് കളയും. കാരണം ഈ പ്രായം അതാണ്, എന്ത് കിട്ടിയാലും വായിലിട്ട് അതങ്ങ് വിഴുങ്ങും. അതുകൊണ്ട് വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. പക്ഷേ ഇവർക്കിപ്പം 15 ദിവസത്തിന് ഡിമാമിങ് പരിപാടിയുണ്ട്. അപ്പോൾ അതിൻ്റെ റൊട്ടി കണ്ടോ കയറിയത് കണ്ടോ, കയറി ഇവനൊക്കെ വലുതായാലുള്ള അവസ്ഥ ഒന്ന് ഞാൻ ചിന്തിച്ച് പോവാറുണ്ട്. എന്നേക്കാളും മേലെ ഹൈറ്റ് ഉണ്ടാവും. ജിമ്മി ഇതേപോലെ നിന്നാൽ എന്നേക്കാളും ഹൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ജിമ്മിയേക്കാളും ഹൈറ്റ് ഉണ്ട് ഇപ്പം തന്നെ. അപ്പോൾ എൻ്റെ ദൈവമേ എന്ന് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്.
ഇപ്പോഴേ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ വന്ന് അത് നോക്കി ഇത് നോക്കി അങ്ങനെ ഇരിക്കുക കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ ഇവിടെ വൃത്തിയാക്കുന്നത്. അപ്പോൾ അവന് ആ ഒരു ഇത് വേണം, അതിന് വേണ്ടിയാണ് വന്നത്. ആ പെൻസിൽ എടുത്തുകൊണ്ട് പോകാനാണ്. എൻ്റെ പെൻസിലും പെന്നിനോടൊക്കെ ലക്ഷ്യമിട്ടിരിക്കുന്നവനാണ്. നമ്മൾ ചെറിയ മക്കളെ കണ്ടിട്ടില്ല, അവർക്ക് എത്ര കളിസാധനം മേടിച്ചു കൊടുത്താലും നമ്മൾ അടുക്കളയിലെ പാത്രം അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് മുള്ളി. എൻ്റെ മോൾക്കൊക്കെ അതായിരുന്നു ആ ചെറുപ്പത്തിൽ. എത്ര കളിസാധനം കളിക്കാനുണ്ടെങ്കിലും അവർക്കതായിട്ട് കിട്ടും. അതേപോലെ തന്നെയാണ് ഈ ഡ്രോയിൻ്റെ ഒക്കെ കാര്യം. അവന് കളിസാധനം അവന് ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഞാൻ വരുത്തുന്നുണ്ട്. റൂം നിറച്ചും അവന് കളിസാധനം മേടിച്ചു കൊടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം കേട്ടോ. പിന്നെ പന്ത് പോലത്തെ ഒരു സാധനമുണ്ട്, അത് പക്ഷേ ഇവരൊക്കെ പല്ല് വെച്ച് കടിക്കുമ്പോൾ അതൊക്കെ അങ്ങ് ചതഞ്ഞു പോകും. അതുകൊണ്ടാണ് പിന്നെ അത് ഇഷ്ടംപോലെ റൂമിലൊക്കെ ഇട്ടുകൊടുത്ത് അത് വെച്ച് കളിക്കുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. നമുക്കും അതുകൊണ്ട് നമ്മൾ പോലും അറിയാതെ നമുക്ക് നല്ലൊരു സന്തോഷമായ ദിവസങ്ങൾ കിട്ടുന്നുണ്ട്. എനിക്ക് ഇവനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പോലും അറിയാതെ ഞാൻ എത്ര ഹാപ്പിയാണെന്നറിയപ്പോൾ ഒരു കാര്യം ഞാൻ ചിന്തിക്കാറില്ല. ഇവൻ്റെ കാര്യമാണ്, ഇപ്പോൾ എക്സാമിൻ്റെ കാര്യമാണ് എൻ്റെ മൈൻഡിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പല കാര്യങ്ങളും ഞാൻ മറന്നു പോകാറുണ്ട്. ഇനിയിപ്പം നമ്മളെക്കുറിച്ച് ആരെങ്കിലും മോശമായി സംസാരിച്ചാൽ പോലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നുള്ളതാണ്. ആരെക്കുറിച്ചല്ല, ആരെയും വിളിക്കാറുമില്ല. ഒരു നെഗറ്റീവ് ഇതും ഞാൻ എൻ്റെ മൈൻഡിലേക്ക് കൊണ്ടുവരാറില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇവൻ വന്നതിന് ശേഷം ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ട് എനിക്ക് താല്പര്യമുള്ള കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷം. ഇപ്പോൾ പിന്നെ ഒരു സങ്കടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മിഷ്യൻ മേടിച്ചതിന് ശേഷം തയ്ക്കാനൊന്നും പറ്റാനില്ല, അതിനുള്ള സമയം കിട്ടുന്നില്ല. അതിനൊരു സമയം എന്ന് പറഞ്ഞാൽ നമ്മളത് മെഷർമെൻ്റ് എടുത്തെല്ലാം വരുമ്പോഴത്തേക്ക് സമയം എടുക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ തുണി മേടിച്ച് വെച്ചിട്ട് ഇതുവരെ എനിക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്, സമയമില്ല. അപ്പോൾ എന്തായാലും എനിക്കൊരു ടൈം ഉണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ നോട്ട്സൊക്കെ ഒന്ന് ഒരുവിധം ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച് തന്നെയാണ് പോകുന്നത്. പക്ഷെ പിന്നീട് അത് കഴിഞ്ഞ് ഒന്നുകൂടെ റിവിഷൻ ചെയ്യും. 2 or 3 പ്രാവശ്യം റിവിഷൻ ചെയ്യുമ്പോഴത്തേക്ക് അത് മൈൻഡിൽ വരും. പിന്നെ എഴുതുമ്പോൾ നമ്മളെ കഥ എഴുത്തെന്ന് പറയത്തില്ലേ, ഹിന്ദിയൊക്കെ അങ്ങനെ തന്നെ ഏകദേശം മനസ്സിലാക്കുക, ബാക്കിയെല്ലാം നമ്മളെ ഇഷ്ടത്തിന് എഴുതുക. അത് എന്നെക്കൊണ്ട് ഹിന്ദി സബ്ജക്റ്റ് മാത്രമേ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷോ വേറെ ഏത് സബ്ജക്റ്റൊന്നും എനിക്കിതുപോലെയൊന്നും എഴുതാൻ പറ്റത്തില്ല. ബൈ ഹാർട്ട് പഠിച്ചിട്ട് അതേപോലെ എഴുതാനും എന്നെക്കൊണ്ട് പറ്റില്ല. അതൊക്കെയാണ് പഠിക്കുന്ന കാര്യത്തിൽ എനിക്കുള്ള കുറച്ച് ഫോൾട്ടുകൾ. ഞാൻ ഒരുവിധം ടയേർഡായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കുറച്ചും കൂടെ കാര്യങ്ങൾ ഇരുന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ബുക്കുകളും കാര്യങ്ങളും എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ ക്യാമറ അങ്ങനെ അങ്ങ് ബാക്കിൽ വെച്ചതുകൊണ്ട് എനിക്ക് അടുത്ത് ക്യാമറ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ആ സമയത്ത് തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരുപാട് ദൂരമായതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ടൊന്നും കാണാൻ സാധിക്കില്ലെങ്കിലും ഞാൻ പറയുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ബുക്കുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ മേശ വൃത്തിയാക്കി കുറേ കച്ചറ കളയാനുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പുറത്തേക്ക് പോയി. അത് കഴിഞ്ഞ സമയത്ത് അവൻ എന്തൊക്കെയോ ഇവിടെ കാണിച്ചു കൂട്ടുന്നു. എന്ത് വലിക്കാമെന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കും കേട്ടോ. എന്തെങ്കിലും അറ്റത്ത് വലിച്ചു കഴിഞ്ഞാൽ അവൻ ഡ്രസ്സിങ് റൂമിലേക്ക് പോയി. പക്ഷേ പിന്നീട് ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുകയാണെങ്കിൽ വളരെ പരിതാപകരമായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ ക്രയോൺസിൻ്റെ പെട്ടി എടുത്ത് താഴെ ഇട്ട് എല്ലാ ക്രയോൺസും എടുത്തു. പക്ഷേ ഞാനത് താഴെ ഇട്ട സമയത്ത് തന്നെ വന്നതുകൊണ്ട് അവൻ വായിലിട്ടില്ല. എനിക്കത് ആ ക്രയോൺസ് പോകുന്നതിൻ്റെ അല്ല, അവൻ്റെ വായിൽ എന്തെങ്കിലും ചെന്ന് കഴിഞ്ഞ് അവനത് വിഴുങ്ങും. പിന്നെ ഞാൻ അസുഖം വല്ലതും പിടിക്കാൻ എളുപ്പമല്ലേ, വയറിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അത് ശരിക്കും പേടിച്ച് ഞാൻ അവനെ വിരട്ടി. അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനത് ചെയ്യുന്നതൊക്കെ, ഞാൻ വിരട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ പിറകിൽ വന്ന് നിൽക്കുന്നത്. ഞാൻ നല്ലോണം വരട്ടും. അടിക്കൽ കുറവാണ്, പക്ഷെ ഞാൻ കടിച്ചു കഴിഞ്ഞാൽ മുഖത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ട് കൊടുക്കും. കാരണം എന്ന് വെച്ചാൽ അത് പഠിക്കണം ഇപ്പം, അല്ലെങ്കിൽ വലുതായാലും അവൻ കടിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഇവനെല്ലാം കടിച്ചിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്, അത് മാറ്റണമല്ലോ. അപ്പം ചെറുതായിട്ട്, പക്ഷേ വായി തുറക്കത്തില്ല. ഇവൻ്റെ സൗണ്ട് കേൾക്കാൻ തന്നെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. അവൻ വായി തുറന്നൊന്നും പറയും, അതൊക്കെ ഭയങ്കര സൈലൻ്റാണ് ആൾ. പിന്നെ ഞങ്ങളൊക്കെ പിടിച്ചിങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ അവൻ കിടന്ന് ഏനാക്കും. അതാണ് അവൻ്റെ സൗണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം തന്നെ ഞാൻ പറയുന്നതൊക്കെ ഏകദേശം മനസ്സിലായി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സൈഡാണ് ഞാൻ TV വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പം റൂമിൽ വന്ന ഒരു 9 മണി സമയത്താണ് ഇപ്പം ഞാൻ കാണിച്ച വീഡിയോ ഒക്കെ ഉള്ളത്. അതിന് ശേഷം ഇപ്പോൾ ഞാൻ ഒരു 20 days വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 20 days ചാലഞ്ച് എന്നും പറഞ്ഞുകൊണ്ട് വർക്കൗട്ട്, ഫുൾ ബോഡി
അപ്പോൾ അത് ഞാൻ ടി വി അതിൽ ഓൺ ചെയ്ത് അത് യൂട്യൂബിലാണുള്ളത്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് വീഡിയോ എടുത്ത് ഞാൻ വർക്കൗട്ടൊക്കെ ചെയ്യും. ഷുഗർ പ്രോബ്ലം ഉള്ളത് കൊണ്ട് ഈ ഡോക്ടറിനോട് നടക്കാൻ പറഞ്ഞിട്ടുണ്ട് പുറത്ത് പോയിട്ട്. അതെനിക്ക് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ചിട്ട് അത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ അല്ലാതെയുള്ള വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്തായാലും ഡോക്ടർ പറഞ്ഞ സ്ഥിതിക്ക് 3 മാസം ഞാൻ വർക്കൗട്ട് കറക്റ്റായിട്ട് ചെയ്തിട്ട് വേണം ഇനി എനിക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ടി വിയിൽ യൂട്യൂബ് തുറക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് എന്നെ വന്നിങ്ങനെ നോക്കി ഒരാളിരുന്നപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തു. അപ്പോൾ അവനെ ഇടയ്ക്ക് ഇതുപോലെ എടുത്ത് ഞാൻ കൊഞ്ചിക്കും. ഞാൻ എപ്പോഴും പറയുന്ന പോലെ അതാ ഈ ഒരു പ്രായത്തിലൊക്കെ ഒരു 6-7 മാസം കൊണ്ട് 5 മാസമൊക്കെ എടുക്കാൻ പറ്റും തോന്നുള്ളൂ. ഇപ്പോൾ തന്നെ അവന് വെയിറ്റൊക്കെ വെച്ച് തുടങ്ങി. പക്ഷെ ഇങ്ങനെ ഇരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ ഷോൾഡറിലൊക്കെ ഇങ്ങനെ കിടക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇതുപോലെ എടുക്കും. ഹസ്ബൻഡും വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവനെടുക്കും. അത് കുറേ നേരം അവനിട്ട് കൊഞ്ചിക്കും. അപ്പോൾ സത്യം പറഞ്ഞൊരു കൊഞ്ചിക്കുട്ടിയാണ്. എല്ലാവരും കൂടെ കൊഞ്ചിച്ച് വഷളാവാതിരുന്നാൽ മതി. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ കുറച്ച് നേരം അവൻ കാരണം നോക്കിക്കൊണ്ടിരിക്കും. വന്നിട്ട് നമ്മളെ മുഖത്ത് തന്നെ നോക്കും. അന്നേരം ആ സ്നേഹത്തിൻ്റെ പുറത്തെടുക്കുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബ് തപ്പുകയാണ്. യൂട്യൂബ് എടുത്തിട്ട് അതിലാണ് വീഡിയോ ഉള്ളത്. ഗൂഗിളിൽ അതിൻ്റെ ഒരു സൈറ്റുണ്ട്. അതിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഇത്ര തന്നെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അങ്ങനെ ധ്രുവിൻ്റെ റൂം വൃത്തിയായി എൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അപ്പം നല്ല നല്ല വീഡിയോകളായി ഞാൻ വരുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായം വ്യത്യാസങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബൈ.